കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയോടുള്ള ദേഷ്യം തീർക്കാനായി വിഷ്ണുവും ശാലിനിയും ഒരുമിച്ചാണ് കിടക്കുന്നതെന്ന് കരുതി അവരുടെ കട്ടിലിൽ പഞ്ചസാര വിതറിയിരിക്കുകയാണ് സുസ്മിത. പിന്നീട് വിഷ്ണുവും ശാലിനിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അസൂയയുടെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. അവരുടെ സന്തോഷമൊക്കെ കണ്ട് സുസ്മിത കരുതുകയാണ്, നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു വരി, നിങ്ങൾക്ക് വേണ്ടി കടിയൻ ഉറുമ്പുകളെ ഞാൻ തയ്യാറാക്കി വച്ചിട്ടുണ്ടെന്ന് സുസ്മിത കരുതുന്നു. പിന്നീട് കാണിക്കുന്നത് ശാലിനി ഉറങ്ങുകയാണ്. വിഷ്ണു താഴെ നിലത്തും കിടക്കുന്നു. എന്നാൽ ഉറങ്ങുന്ന ശാലിനിയുടെ ഞരക്കമൊക്കെ കേട്ട് ഉണരുകയാണ് വിഷ്ണു. കുറേ നേരം വിഷ്ണു എഴുന്നേറ്റിരുന്ന് നോക്കുന്നു. അന്നേരം ശാലിനി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കുകയാണ്. എന്താണെന്ന് കാര്യമെന്നറിയാതെ ശാലിനിയുടെ കട്ടിലിനരികിലേക്ക് പതിയെ പതിയെ ഇഴഞ്ഞു ചെല്ലുകയാണ് വിഷ്ണു. ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന വിഷ്ണു ശാലിനിയുടെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം എന്താണെന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന ഉറുമ്പുകളെ കാണുന്നത്. അയ്യോ, ഇതെങ്ങനെ വന്നു എന്ന് ചിന്തിക്കുകയാണ് വിഷ്ണു. പിന്നീട് ശാലിനിയെ ഉണർത്താൻ ശ്രമിക്കുന്നു വിഷ്ണു. പക്ഷെ തട്ടി വിളിക്കാനുള്ള ധൈര്യം വിഷ്ണുവിനില്ല. എന്നാലും ഉറുമ്പ് കടിക്കും എന്നോർത്ത് പതിയെ പതിയെ ശാലിനിയുടെ കയ്യിൽ കൈവയ്ക്കുകയാണ് വിഷ്ണു. ഇനി ശാലിനി ഉറക്കമുണർന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇനി ശാലിനി പറയുമായിരിക്കും താൻ എന്നെ മനഃപൂർവ്വം ഉണർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുമായിരിക്കും. നമുക്ക് കാത്തിരുന്നു കാണാം. ഓക്കെ, താങ്ക് യു.